ഉണ്ടായിരിക്കട്ടെ. ഡാളസ് സെന്റ് ഇഗ്നേഷ്യസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന റൂഹോ 2025 എന്ന പ്രാർത്ഥന യോഗത്തിന്റെ 9 ദിവസത്തെ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ ഓരോ ദിവസവും ഓരോ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആ നൽവരത്തെ ആസ്പദമാക്കി വ്യത്യസ്തങ്ങളായ പല സാഹചര്യങ്ങളിലൂടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രാർത്ഥന യോഗങ്ങൾ നടത്തപ്പെടുകയാണ്. ഗ്രഹീനായ ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളിൽ ഒന്നായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികമായി അല്ലെങ്കിൽ ആഴത്തിൽ കാണേണ്ടതായ ഒന്നായ ക്ഷമ എന്ന വലിയ ഒരു അനുഭവം, അതിനെ നമ്മൾ അനുഭവമാക്കി പറയുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടതായ അതിപ്രധാനപ്പെട്ട ഒരു സംഗതികളിൽ ഒന്നാണ് ക്ഷമ, ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. ഈ ക്ഷമ ഇല്ലാതെ ഈ ലോകത്തിൽ നിരവധി ബന്ധങ്ങളെയും നിരവധി നല്ല റിലേഷൻഷിപ്പുകളെ ഒക്കെ നശിച്ച് അതിന്റെ അപകടകരമായ അവസ്ഥയിലൂടെ ഈ ലോകം കടന്നു പോകുന്നത് നമുക്ക് ഓരോ ദിവസങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വിശുദ്ധ മാമോദീസായുടെ ശുശ്രൂഷയിലൂടെ നാം ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ സ്വീകരിച്ചവരാണ്. മുറോൻ അഭിഷേകത്തിലൂടെ നമ്മുടെ നെറ്റിയിൽ പുരട്ടുന്നതായ ആ മൂറോന്റെ ആ വിശുദ്ധി നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഒത്തിരി അപകടങ്ങളിലേക്ക് നമ്മൾ ചെന്ന് എത്തുന്നതായിട്ട് ഇന്ന് സമൂഹത്തില് നമ്മൾ പല അനുഭവങ്ങളിലൂടെ നമുക്ക് കാണുവാനും കേൾക്കുവാനുമായിട്ട് സാധിക്കും. ഇന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിഷയം ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾക്ക് ക്ഷമയില്ലാതെ അല്ലെങ്കിൽ സഹസൃഷ്ടിയോട് കരുണയില്ലാതെ ജീവിക്കുന്ന ഒരു വലിയ അപകടകരമായ സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഗലാത്യരുടെ പുസ്തകത്തില് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങള് എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തികളിൽ അല്ലെങ്കിൽ നൽവരങ്ങളിൽ ഒന്നായ ഈ ക്ഷമയെ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നമുക്ക് ആഴത്തിൽ താളം തെറ്റാതെ മറ്റുള്ളവർക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, ചാർച്ചക്കാർക്ക് അത് എപ്രകാരം അതിനെ മറ്റുള്ളവരിൽ എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്ന് ഈ സമയത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മാവിന്റെ വ്യാപനം നമ്മളിലേക്ക് നടക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടതായ സംഗതികള് വ്യത്യസ്തമായ പല കാഴ്ചപ്പാടുകൾ. ഇതിന് 7 കാര്യങ്ങൾ സമയത്തിന്റെ പരിമിതികൾ മൂലം ഞാൻ ഇവിടെ പറയുകയാണ്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതായ ആശ്വാസം നമ്മളെ ആശ്വസിപ്പിക്കുന്നു. 2, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ നിർമ്മലീകരിക്കപ്പെടുന്നു. 3, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കയറുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. 4, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ആത്മീയമായ വിജ്ഞാനം നമുക്ക് ലഭിക്കുന്നു. 5, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആത്മീയമായ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിൽ
ഉണ്ടാകുന്നു. 6, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ വലിയ ആത്മീയമായ ഒരു ധൈര്യം നമുക്ക് ലഭിക്കുന്നു. 7, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നന്മ ചെയ്യുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു. ഈ 7 സംഗതികള് നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ ആവശ്യപ്പ് നമ്മളിലേക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ഈ 7 കാര്യങ്ങള് നമ്മളിൽ തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും ക്ഷമയുള്ളവരായി, പല സമയങ്ങളില് ക്ഷമാശീലമുള്ളവരായി ജീവിച്ചെങ്കിൽ മാത്രമേ ഇന്ന് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മനുഷ്യർ ബലഹീനരാണ്. മനുഷ്യൻ വെറും കുഴിമണ്ണിൽ നിന്ന് അവനെ മെനഞ്ഞുണ്ടാക്കി ആ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അതുവഴി ഉണ്ടായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ വീണ്ടും മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുന്നതായ മനുഷ്യൻ ഒത്തിരി ബലഹീനതകൾ നിറഞ്ഞവരാണ്. അങ്ങനെയുള്ള ആ മനുഷ്യന്റെ ചിന്തയില് ഒത്തിരി കാര്യങ്ങള് ക്ഷമയില്ലാതെ ഈ ലോകത്ത് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലെ അപകടകരമായ ഒരു വലിയ അനുഭവമാണ് ക്ഷമയില്ലാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ ചെന്നു പെടുന്നത്. 2 വ്യക്തികൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ ഒരു വ്യക്തി ക്ഷമിച്ചു കൊടുക്കുമ്പോൾ ആ ക്ഷമയുടെ അനുഭവത്തിലൂടെ, അവനിലുള്ള പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിലൂടെ അവനവിടെ സംഘർഷം ഒഴിവായി പരിശുദ്ധാത്മാവിന്റെ നല്ല ഒരു സമീപനം അവർക്കുണ്ടാകുകയാണ്. സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നൽവരം, അതിനെ നഷ്ടപ്പെടുത്തുവാനായിട്ട് പൈശാചികമായ ബന്ധനങ്ങൾ നമുക്ക് ചുറ്റും ഈ കാലഘട്ടത്തിലുണ്ട്. അതിലൊന്നു മാത്രമാണ് ക്ഷമയില്ലാത്ത ഈ ജീവിതം എന്ന് പറയുന്നത്. വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ പെന്തക്കോസ്തി പെരുന്നാളിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് ക്ഷമയുള്ളവരായി, നല്ല സഹനമുള്ളവരായി, നമുക്കറിയാം കർത്താവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകമറിയാം അമ്മയ്ക്കും സഹനത്തിന്റെ വലിയ ഒരു ഉദാഹരണമായിരുന്നു പരിശുദ്ധ കന്യകമറിയാം അമ്മ. നമ്മുടെ കർത്താവും തന്റെ ജീവിതത്തില് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴും, കർത്താവിനെ ക്രൂശിച്ചപ്പോഴും തന്റെ സൃഷ്ടികളോട് അല്ലെങ്കിൽ ഈ ജനത്തോട് കർത്താവും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ ചെയ്യുന്ന പാപങ്ങൾ എന്തെന്നറിയായാൽ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാണ് ഗോകുൽത്തായിൽ നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ ജീവൻ വെടിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ക്ഷമ എന്ന വലിയ ആ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വാഗതമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ഈ പരിശുദ്ധാത്മാവിന്റെ ഈ സ്വീകരണത്തിന്റെ ഈ നാളുകൾ, ഈ പെന്തക്കോസ്തി പെരുന്നാളിന്റെ ഈ സ്വീകരണത്തിന്റെ ഈ നാളുകൾ നമുക്കത് മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഈ വരങ്ങളെയൊക്കെ സ്വീകരിച്ച് അത് നമ്മളിൽ മാത്രമല്ല മറ്റുള്ളവർക്കും അതിനെ പകർത്തി കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് അത് ആ വെളിച്ചം നമ്മളിലൂടെ വീശുവാനായിട്ട് അത് നമുക്ക് ഇടയാകണം. ഇതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അതിന് ഈ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം നല്ല ക്ഷമയുള്ളവനായി തീരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലും അതിനിടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.